ദൃശ്യങ്ങളിൽ കാണാം. പ്രതികളെ വിയ്യൂർ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 1 മുതൽ 6 പ്രതികൾ, പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ, ഈ കേസിലെ ആദ്യ പ്രതികൾ 6 പ്രതികളാണ് ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വിധിന്യായത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തൊട്ടടുത്ത പേജിൽ 1113 പേജിൽ ഈ ദിലീപുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ടാണ് പിന്നീട് ഈ ജാമ്യം ലഭിച്ചത് ഒക്ടോബർ മാസത്തിൽ എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിന് അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു തുടങ്ങും. വിപിൻ സി വിജയൻ ചേർന്നു. വിപിൻ, 1112 പേജിൽ ഇതിൽ കൃത്യമായി പറയുന്നു ഇതിൽ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് എങ്ങനെ സംഭവിച്ചു, ദിലീപിന് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പങ്ക് ഒരിക്കലും പുറത്തു വരില്ല, അതൊരിക്കലും ആരും അറിയില്ല എന്നൊരു അമിത ആത്മവിശ്വാസം ദിലീപിനുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്നു. പിന്നീട് ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു കൃത്യമായ അന്വേഷണങ്ങളിലൂടെയാണ് ദിലീപിനെതിരെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് പിറ്റേ ദിവസം ചോദ്യം ചെയ്തതുമായുള്ള വിവരങ്ങളൊക്കെ ചരിത്രമാണ്, ഇതിന്റെ നാൾവഴികളാണ്. അതൊക്കെ തന്നെ കൃത്യമായി ഈ വിധി ന്യായത്തിൽ പറയുന്നുണ്ടല്ലോ. അതേ പ്രജിൻ, അന്ന് എന്താണ് സംഭവിച്ചത്? ആ ഒരു ജൂലൈ മാസത്തിലായിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജയിലിലെ ഫോൺ വിളിയെ കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. അതിലൊരു സംശയം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ജയിലിലെ ഫോൺ വിളിച്ചു, അയാൾ പിന്നെ എങ്ങനെയാണ് സാക്ഷിയാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. പിന്നീട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ അവസാനമായി പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതിൽ ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിട്ടുള്ള വിവരങ്ങൾ, അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ, പിന്നീട് പ്രതിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് അതിനെ ഖണ്ഡിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വിശദമായി ഇതിൽ പരാമർശിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങനെ കോടതിയുടെ ഒരു കണ്ടെത്തലായി വരികയാണ്. അതിലാണ് ഇപ്പോൾ കൂടുതൽ പേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ദിലീപിനെ ഇതിൽ അറസ്റ്റിലേക്ക് എത്തുന്നത്. ദിലീപിനെ അന്ന് ആദ്യഘട്ടത്തിൽ ഒരു സംശയത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് തനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇതിൽ ഒരു കാരണവശാലും ഇതിൽ പിടിയിലാകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പിന്നീട് അതിലൊരു അന്വേഷണ സംഘത്തിന്റെ മികവിനെ അന്വേഷണ സംഘം പിടിച്ചതിനെ സംബന്ധിച്ചിട്ടും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ ഓരോ ഘട്ടങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിലേക്ക് എത്തുന്നതിൽ വീഴ്ച പ്രോസിക്യൂഷന് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കണക്ട് ചെയ്യാവുന്ന ലിങ്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തന്നെ പ്രാഥമികമായി ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് എങ്ങനെ ഇത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ ഒരു വ്യക്തത വരേണ്ടതുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീൽ പോകുമെന്നുള്ളത് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.